ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബട്ടർ ചിക്കൻ മസാലയുടെ ടേസ്റ്റിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കടലക്കറി ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അതിപ്പോൾ ഞാൻ പാലപ്പത്തിൻ്റെ കൂടെയാണ്, നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെയാണെങ്കിലും ഈ ഒരു സൈഡ് ഡിഷ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഏലക്ക, ഒരു ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ ഒരു 3 ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഗ്രാമ്പൂണ്, അതൊരു 3 ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ചെറിയ ജീരകമാണ്, അതൊരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഉള്ളിയാണ് കേട്ടോ. ഉള്ളി ഇപ്പം നമ്മൾ ഇത് ബട്ടർ ചിക്കൻ മസാലയുടെ ഒരു ടേസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ. ആ ഒരു മസാലയുടെ ടേസ്റ്റ് എന്ന് മാത്രമല്ല, ആ ഒരു രീതി തന്നെ നമ്മൾ ഏകദേശം ഇതിൽ ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ ഉള്ളി, നിങ്ങൾക്ക് കറിക്ക് എത്ര വേണ്ടത് ഉള്ളി അതിന് ആവശ്യത്തിന് പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കറി എന്ന് പറയുന്ന സമയത്ത് ഒരു 4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അതിന് തന്നെ മാക്സിമം ഈ ഒരു ഉള്ളി തന്നെ മതിയാവും. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിക്ക് എത്ര തക്കാളി വേണ്ടത് അതിന് ആവശ്യത്തിന് പോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. നമ്മൾക്ക് ആ ഒരു വെന്ത് വരുമല്ലോ, ആ ഒരു രീതിക്ക് മാത്രം നമ്മൾ തക്കാളിയിൽ നിന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ആ ഒരു രീതിക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതുപോലെ വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കാഷ്നട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാഷ്നട്ട് അത് ഒരു 15-20 മുതൽക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ആവശ്യത്തിന് പോലെ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കടല വേവിച്ചിട്ടില്ല, അത് കാരണം നമ്മൾ കുക്കറിലേക്കാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു ഉള്ളി വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വഴറ്റി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം പോലെ കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഇതും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരച്ച് വെച്ചിട്ട് നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഉള്ളിയൊക്കെ പേസ്റ്റ്, ആ ഒരു പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കടലയും പിന്നെ മസാലപ്പൊടികളെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി ഇതുപോലെ ഉള്ളി നമ്മുടെ പേസ്റ്റും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ട് നമ്മുടെ പേസ്റ്റ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇട്ടെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്കും ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കടല ഉണ്ടല്ലോ, ആ കടല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടല ഞാൻ വേവിക്കാത്ത കടലയാണല്ലോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേവിച്ച കടല ചേർക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വിസിലും കൂടി വേവാനുള്ള ആ ഒരു രീതിക്ക് നമ്മൾ ചേർത്തതിന് ശേഷം കുക്കറിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഒരു മസാല റെഡി ആക്കുകയാണെങ്കിൽ കുക്കറിൽ ചെയ്യുക, എന്നിട്ട് ഒരു വിസിൽ വിടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ മസാല മൊത്തത്തിൽ കടലയുടെ കര ഇറങ്ങി അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലപ്പൊടി എന്ന് പറയുന്ന സമയത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ 1 ടീസ്പൂൺ കസ്തൂരി മേത്തി അതും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാതെ നിങ്ങൾ ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ കണ്ടില്ലേ, നല്ല റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അതിന് ആവശ്യത്തിന് പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും ചേർക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടല എത്ര വേവേണ്ടത് അതിന് ആവശ്യത്തിന് പോലെ നമുക്കൊന്ന് വിസിൽ വിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഉണ്ടല്ലോ, നല്ല കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര വേണ്ടത് അതിനാവശ്യത്തിന് പോലെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി കുറുകി വരും കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ കാഷ്നട്ട് പേസ്റ്റ് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസാല നല്ല കുറുകി വരും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. നമുക്ക് വെള്ളം പോലെ ആക്കാൻ പാടില്ല, നല്ല തിക്കായിരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടല മസാല നമ്മളിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ ചാനൽ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ.